ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ചെറിയൊരു അൺബോക്സിങ് വീഡിയോ ആയിരിക്കും. എനിക്കിഷ്ടപ്പെട്ട ഒരു RC കാറിനെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ ഇനി ഷോപ്പിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരാനുള്ള പ്ലാനില്ല. ഇന്ന് നല്ല തണുപ്പാണ് ഗൈസ്. ഇത് കണ്ടോ നിങ്ങൾക്ക്, ഫുള്ള് മഞ്ഞ് വീണ് കിടക്കുക. -5 ടെമ്പറേച്ചർ. എന്നാലും പോയി ഇന്ന് എനിക്കൊന്ന് ഓഫ് കിട്ടിയ ദിവസമാണ്. അപ്പം ഇന്ന് ആ സാധനം പോയി മേടിക്കാൻ നോക്കൂ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ ഫുൾ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് കട. എനിക്കറിയത്തില്ല ഇവർ ഷൂട്ട് ചെയ്യാൻ തരുമോ എന്ന്. എന്നാലും നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. ഗൈസ്, ഇപ്പം നമ്മൾ ഷോപ്പിൻ്റെ അകത്ത് ഇത് കണ്ടോ, ഷോപ്പ് ഫുള്ള് വണ്ടികളാണ്. കുറേ ഡൈകാസ്റ്റ് വണ്ടികളും ബൈക്കുകളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ മീനൊരു സാധനം, ഇതെല്ലാം ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിൻ്റെ കളക്ഷനാണ്. ഇത് നമ്മുടെ സൂപ്പറായിരിക്കും. അതുപോലെ എല്ലാ സാധനമുണ്ട് ഇവിടെ. RX-7 ഇരിപ്പുണ്ട് ഇവിടെ. പൊള്ളുവൊക്കെ ഡാൻസർ ഇരിപ്പുണ്ട്. പല പല ഐറ്റംസ് ഇരിപ്പുണ്ട്. എൻ്റെ ക്ലിപ്സ് ഇരിപ്പുണ്ട്. കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട്. ഞാൻ ആദ്യം വെച്ചൊന്നും ഉണ്ടാക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടുപോകാം. ഇതെല്ലാം കൺസ്ട്രക്ഷന് പറ്റിയ വണ്ടികളാണ്. സ്കെയിൽ സൈസ്. ഇവിടെ നിങ്ങൾക്ക് കാണാം ഫുൾ ഇതൊക്കെ മോഡൽ കിറ്റുകളാണ്. ഇതാണ് ഒരു വണ്ടി നമുക്ക് തന്നെ ഇരുന്ന് ഇതൊക്കെ പണിയാൻ പറ്റും. ഫുള്ള് ബോഡിയൊക്കെ സെറ്റ് ചെയ്ത് പല പല മോഡലുകളൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ മോഡലുകളുണ്ട്. ഇതുണ്ടോ, ബോർഡിൻ്റെ ട്രക്കുകളുണ്ട്, ബോട്ടുണ്ട്, ഇതിൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്. ഒത്തിരി സാധനങ്ങൾ പൈസ പോകും. വണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു സ്വർഗ്ഗലോകമാണ്. ഇതുണ്ട് റിഗ്. ഇനി ഞാൻ RCൻ്റെ സെക്ഷനില്ല, അപ്പുറത്ത് അത് ഞാൻ കാണിക്കാം. ഫുൾ ഡിഫൻഡറുകൾ ഇതെല്ലാം. എൻ്റെ ഓഡിയോന് ചെറിയ പ്രശ്നം കാണും, പക്ഷെ മൈൻഡ് ആക്കണ്ട. ഞാൻ ഒത്തിരി ഒച്ച ഉണ്ടാക്കാതെ എടുക്കുന്ന വീഡിയോകളായിട്ട്. ഇതാണ് ട്രെയിനുകൾ. ഇതെല്ലാം സ്പെയർ പാർട്സ് ആയിട്ട്. ഇതൊക്കെ $1000 $60,000 വരുന്ന സാധനമാണ്. ഇത് കണ്ടോ ഗൈസ്, ഫുള്ള് ഭിത്തിയിലൊട്ടിച്ച് വെച്ചേക്കുന്നത്. നല്ല കിടുക്ക് വണ്ടിയാണ് ഗൈസ്. ഇതെല്ലാം ഒറിജിനൽ വണ്ടീൻ്റെ റെപ്ലിക്കയാണ് കേട്ടോ. സ്പ്രിങ്, സസ്പെൻഷന്, ആക്സിൽ, ലൈറ്റ്, എല്ലാ സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. ഇതിങ്ങനെ ഫുള്ള് ഭിത്തിയിൽ ഇങ്ങനെ. ഇത് കണ്ടോ ഗൈസ്, ഇത് മൊത്തം വയറിങ് കിറ്റുകളാണ്. ഇതെല്ലാം അടിപൊളി സാധനം. പുതിയ മോഡൽ ഇതെല്ലാം പഴയ ഷേവിൻ്റെ ട്രക്കുകളാണ്. ഇതെല്ലാം ഡിഫൻഡറിൻ്റെ ലൈനപ്പ്. ഇതെല്ലാം ഡിഫൻഡർ, ഡിസ്കവറി. ഇതിൻ്റെ ബോഡി ഇത് നമ്മുടെ സുസുക്കിൻ്റെ ജിമ്മി. ഇത് കണ്ടു ടാങ്ക് വരെ ഉണ്ട് ഇവിടെ.
ഇതെല്ലാം ടൈം ഗൈസ്. അപ്പോൾ നമ്മൾ 2-3 ഐറ്റം മേടിച്ചിരിക്കുന്നു. ഇതാണ് സാധനങ്ങൾ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം അൺബോക്സ് ചെയ്ത് കാണിക്കാം. കുറേ സമയം പിടിച്ചു, ഏകദേശം 2-2.5 മണിക്കൂർ പിടിച്ചു. ഇനി ഇതിനകത്ത് ഒരു സാധനമുണ്ട്. അപ്പോൾ നമുക്കെല്ലാം വീട്ടിൽ ചെന്നിട്ട് അൺബോക്സ് ചെയ്യാം. ഞാൻ ഒന്നുകൂടെ സ്ഥലത്തിന് കാണിച്ചു തരാം. ഇത് ഗ്രാൻഡ് പ്രേറിയിൽ അൽബർട്ടയിൽ ഉള്ള ഒരു സ്റ്റോറാണ് ഗൈസ്. ഇതാണ് സ്റ്റോറ്. ഇതാണ് നമ്മുടെ മേടിച്ച സാധനങ്ങൾ. ഇവിടെ ഒരെണ്ണമുണ്ട്, എക്സ്ട്രീം ആർസി ആൻഡ് ഹോബീസ്. ഇതിനകത്ത് എല്ലാം സാധനം കിട്ടും ഗൈസ്. ആർക്കെങ്കിലും ഇതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട്, ഈ ഏരിയയിൽ നിൽക്കുന്നുണ്ട്, ഈ സ്റ്റോർ ഉറപ്പായിട്ടൊന്ന് ചെക്കൗട്ട് ചെയ്യണം. ഇനി നമ്മൾ വീട്ടിൽ പോയി ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്യാം. ഗൈസ്, ഇത് നമ്മുടെ വണ്ടീൻ്റെ കളക്ഷൻസാണ്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും. ഇത് മൊത്തം ഹോട്ട് വീൽസ് ആയി ചെറിയതിരിക്കുന്നത്. ഇത് 2-3 ഡൈകാസ്റ്റ് മോഡലുകളാണ്. ഇത് നമ്മൾ പണ്ട് മേടിച്ച ലാൻഡ് ക്രൂസറാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മേടിച്ച വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഇവിടെ നിന്ന് തുടങ്ങാം. ഇത് ട്രാക്സിൻ്റെ സെൽസാണ്, ബാറ്ററി സെൽസാണ്. ട്രാക്സ് കമ്പനി RC കാർ ഉണ്ടാക്കുന്ന. പിന്നെ ഇതാണ് നമ്മുടെ ആദ്യത്തെ വണ്ടി. ഇതാണ് ജീപ്പ് ആ സാധനം. നിങ്ങൾക്ക് അടുത്ത് വന്നാൽ കാണാൻ പറ്റും. ഇത് റെഡ് കളറിലും ഉണ്ടായിരുന്നു, ബ്ലാക്കിലും ഉണ്ടായിരുന്നു, പിന്നെ ഒരു സിൽവറിലും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മേടിച്ചത് ഇതിൻ്റെ സിൽവർ കളറിൻ്റെ വണ്ടിയാണ്. ഇത് RC Pro കമ്പനീൻ്റെയാണ്. ഈ 2 വണ്ടിയും ഇതും RC Proൻ്റെ WPL എന്ന് പറയുന്ന വണ്ടികളാണ് ഈ 2 വണ്ടികൾ. അപ്പോൾ ഇത് നമ്മുടെ ആദ്യത്തെ ഒരു വണ്ടി. നമ്മുടെ രണ്ടാമത്തെ ഒരു വണ്ടി ഇവിടെ ഞാൻ കാണിക്കാം. ഇതാണ് ഗൈസ് നമ്മൾ മേടിച്ച. ഇത് ട്രെയിലറാണ്, ട്രക്ക് ട്രെയിലറാണ്. ഇതിൻ്റെ പുറകെ ഇത്രയും നീളമുള്ള ട്രെയിലർ. നമുക്ക് ഈ വണ്ടി ഈ ട്രെയിലറെ കയറ്റിയിട്ട് ഇതും RC കാർ ഓടിച്ചുകൊണ്ട് നടക്കാം. ഇതാണ് രണ്ടാമത്തെ ഐറ്റം നമ്മുടെ. ഇനി ഒരു ഐറ്റം ഇവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ട്രെയിലർ മേടിച്ച സ്ഥിതിയിൽ അതേ വെച്ചോണ്ട് പോകാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇത് ഒരു ജീപ്പ് റൂബിക്കോണാണ്. ഇത് നിങ്ങൾക്ക് അടുത്ത് വന്നാൽ കാണാം. ഇതൊരു ഡൈകാസ്റ്റ് മോഡലാണ്. ഇതിനകത്ത് കുറേ ടയേഴ്സും കാര്യങ്ങളും ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ഇതെല്ലാം അൺബോക്സ് ചെയ്തിട്ട് നിങ്ങളെ ഓരോന്നായിട്ട് കാണിക്കാം ഗൈസ്. അപ്പം നമ്മൾ ഇതിൻ്റെ അൺബോക്സിങ് തുടങ്ങുവാണ്. ഇത് ഞാൻ സ്റ്റോറിൽ ഇതിൻ്റെ ബാറ്ററി എങ്ങനെ ഇടണമെന്ന് ചോദിച്ച് ഞാൻ ഒരു തവണ അവിടെ ഒന്ന് ഊരി നോക്കിയതാണ് ഈ സാധനം. എന്നാലും ഇതിൻ്റെ സ്പെയർസ് എല്ലാം അവൈലബിൾ ആകട്ടെ. ഇപ്പം നിങ്ങളുടെ ആക്സൽ ഒടിഞ്ഞ്, സ്പ്രിങ്, സസ്പെൻഷൻ ഒടിഞ്ഞ്, എന്തെങ്കിലും ഒടിഞ്ഞ് ഇതിൻ്റെ സ്പെയർ എല്ലാം നമുക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. ഇപ്പോൾ തുറന്നപ്പോഴേ നമുക്ക് ഇതിൻ്റെ ഫിറ്റിങ്സ് ഉള്ള ബാഗ്. ഇത് MN മോഡലാണ് ഈ വണ്ടി വരുന്നത്. ഇതിനകത്ത് എന്താ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ ഗൈസ്. ഇത് അതിൻ്റെ ഫോഗ് ലാമ്പ്, ചാർജറിൻ്റെ വള്ളി, കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഇത് ആക്സലിൻ്റെ ഹുക്കുകൾ, കാര്യങ്ങൾ, പിന്നെ ഇതിൻ്റെ യൂസർ മാനുവൽ, എങ്ങനെ ഇത് ചെയ്യണം ഉള്ളതെല്ലാം ഇതിനകത്തുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇതല്ല നമ്മുടെ ആവശ്യം. ഇത് ലാസ്റ്റ് ഫിറ്റ് ചെയ്യാനുള്ളത്. ഇതാണ് മെയിൻ സംഭവം. ഇത് അതിനെക്കാട്ടിയും വലുതാണ് ഗൈസ്. ഇത് 16 സ്കെയിൽ, ഇത് 10 സ്കെയിൽ. അപ്പോൾ ഇതിന് ആ ഒരു വലിപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ഗൈസ് നമ്മുടെ ജീപ്പ്. എല്ലാം സാധനം ഇതിനകത്ത് ഒറിജിനൽ പോലെയാണ് ഗൈസ്. ഇത് കാണാം. സസ്പെൻഷൻ ഉണ്ട്, 4 വീല് ആക്സിൽ, ഇതിൻ്റെ 4 വീലിൻ്റെ ആക്സിലുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇങ്ങനെ കിട്ടിയ മോഡൽ. ഇനി നമ്മൾ ആ മുമ്പേ ഞാൻ കാണിച്ച പാക്കറ്റില്ല, ആ പാക്കറ്റിനകത്ത് ഇതിൻ്റെ സ്പെയർ, കണ്ണാടി, ഈ സാധനം, ഈ ലൈറ്റ്, ബമ്പറുകൾ, ഇതുണ്ടോ ഒരു എക്സ്ട്രാ വീലും ഒരു എക്സ്ട്രാ ബമ്പറും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്ക് ഫിറ്റ് ചെയ്യാൻ കുറച്ച് സമയം പിടിക്കും. ഒരു 10-15 മിനിറ്റ് പിടിക്കും ഗൈസ്. നമ്മൾ ഒറിജിനൽ വണ്ടി ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഗൈസ് അടുത്ത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം. ഇതെങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. എന്നിട്ട് ഇതെല്ലാം ഫിറ്റ് ചെയ്തിട്ട് ലാസ്റ്റിൽ ഒറ്റ വീഡിയോ ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് റൺ ചെയ്ത് നോക്കാം.
ഇത് നമുക്ക് അവിടെ ചെക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല, ഇങ്ങനെ നമുക്ക് ഡിസ്പ്ലേ മോഡലിരിക്കും. നമ്മൾ മേടിച്ചോണ്ട് വരും, റണ്ണായൊന്നും നോക്കണം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എല്ലാം തിരിച്ചു കൊണ്ടുപോയി കൊടുത്താൽ അവരെല്ലാം മാറ്റിത്തരും. ഇതാണ് ഗൈസ് അടുത്ത ജില്ലാടി. ഇത് കണ്ടോ ഗൈസ്, ഇത് ട്രക്ക്, ട്രെയിലറ്, അറ്റാച്ച്മെൻറ്റ് ഹുക്ക്, ഇതിൻ്റെ റിമോട്ട്. ഇത് കുറച്ച് ടാസ്ക്കാണ് ഗൈസ് ഫുള്ള്. ഇവർ നല്ല പാക്കേജിങ് കേട്ടോ, നല്ല സ്ട്രോങ്. ഇത് കണ്ടോ, ആന അനങ്ങത്തില്ല ഇങ്ങനെ. ഇതാണ് ഇതിൻ്റെ ട്രെയിലർ ഹുക്ക്. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി, ട്രക്ക് എല്ലാം ഒറിജിനൽ. നിങ്ങൾക്ക് കാണാം സ്റ്റിയറിംഗ് വീലും ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിവ് സാധനം. താഴെ ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് കൺട്രോളുകൾ കാര്യങ്ങൾ. ഇവിടെ ഇത് ബാറ്ററി ഇടുന്ന അത് ഇവിടെ ഉണ്ട്. ഇതിങ്ങനെയാണ് ഗൈസ് ഇതിൻ്റെ പുറത്ത് ഹുക്ക് ലാച്ചാകുന്ന ഈ വണ്ടി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ട്രെയിലറൂടെ ഞാൻ അവിടെ വെച്ച് കണ്ടപ്പം കടക്കാരൻ എന്നോട് പറഞ്ഞത് ഇതിൻ്റെ പുറകെ ഇങ്ങനത്തെ ഒരു സാധനമുണ്ട്. ഇത് വെച്ച് ഇതിൻ്റെ ഗേറ്റുകളൊക്കെ തുറക്കുകയും അടയ്ക്കുകയൊക്കെ ചെയ്യുക ഈ ലാച്ച് വെച്ച്. ഈ സാധനം ഇതിൻ്റെ പുറകെ നമുക്ക് ഇനി സ്ക്രൂ ചെയ്യേണ്ടി വരും ഗൈസ് ഇതിനെ. ഇത് ആ ട്രെയിലർ ലെന്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എത്ര നീളമുണ്ടെന്ന് ഈ ട്രെയിലറിന്. ഇവിടെ നമുക്ക് 2-3 വണ്ടി ഇങ്ങനെ വെക്കാം. ഒരെണ്ണം ഇവിടെ, 2 ഇവിടെ, 3 ഇവിടെ, അറ്റ്ലീസ്റ്റ് 3 വണ്ടിയെങ്കിലും വെക്കാം. പിന്നെ ഈ റാമ്പ് താഴെ ഇറക്കി നമുക്ക് ആ വണ്ടി ഇതിലെ കൂടെ തന്നെ ഇറക്കിക്കൊണ്ട് പോകാം. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് ഫിറ്റിങ്സ് ഒക്കെ ഉണ്ട്, ഇതിവിടെ ഫിറ്റ് ചെയ്ത് ലാസ്റ്റ് കാണിക്കാം. അപ്പോൾ ഗൈസ് ഇപ്പോൾ ട്രെയിലർ നമ്മൾ അൺബോക്സ് ചെയ്തു. ഇനി ഇത് റിമോട്ട് കൺട്രോൾ അല്ല, ഇത് ജസ്റ്റ് ഒരു ഡൈകാസ്റ്റ് മോഡലാണ്. മെറ്റലാണ് വണ്ടി ഫുള്ള് വരുന്നത്. ഇതോടെ തുറന്ന് നോക്കാം. ഗൈസ് ഇതാണ് നമ്മുടെ 3ാമത്തെ ഐറ്റം. ഇവനെ ആയിരിക്കും നമ്മൾ ആ ട്രെയിലറിൽ വെച്ചുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു ചെറിയ ഇതുപോലെ കണ്ടോ, ഇതൊക്കെ ഒറിജിനൽ നമുക്ക് റീപ്ലേസ് ചെയ്ത് വേണമെങ്കിൽ ഈ ടയറിലോട്ട് ഇടാം. അതിൻ്റെ കൂട്ടത്തിൽ വരുന്ന ഈ സ്ക്രൂ ഡ്രൈവർ, ഇതിൻ്റെ ബമ്പറിന് നമ്മളിത് ഊരിയിട്ട് ഫിറ്റ് ചെയ്യണം. ഇതും ഇങ്ങനെ ലോങ് ഡാപ്ലേസ്, ഇതെല്ലാം ഊരി. ഈ സാധനമല്ല, ഇവിടുത്തെ കളിപ്പാട്ടമെല്ലാം ഇങ്ങനെയാണ്. ഇതെല്ലാം ഹോബി ഗ്രേഡാണ്. ഇതെല്ലാം നമ്മൾ തന്നെ അസംബിൾ ചെയ്തിട്ട് നമ്മൾ തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചെറിയ ഒറിജിനൽ ഫീൽ കിട്ടും. അതാ ഇതിൻ്റെ ഇങ്ങനെ ഒരു ക്രേസ് വരാൻ കാരണം. ഗൈസ് ഇപ്പോൾ നമ്മൾ എല്ലാം സാധനം സെറ്റ് ചെയ്തിരിക്കുന്നു. നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ വണ്ടി ജീപ്പ് ഫുള്ള് പാക്ഡാ സെറ്റാ. എല്ലാം ഞങ്ങൾ ഫിറ്റ് ചെയ്ത് ടയറും കാര്യങ്ങളും റെയിലിങ്ങും പുറകത്തെ സ്പെയർ ടയറും മഴഗാർഡും എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാ ട്രക്കിൻ്റെ പുറകെ ട്രെയിലർ അറ്റാച്ച് ചെയ്തു. മുമ്പ് മേടിച്ച ജീപ്പ് ഇതിൻ്റെ പുറകിൽ ഞങ്ങൾ ഇത് ചെറുതായിട്ട് ഹുക്ക് ചെയ്തും വെച്ചിട്ടുണ്ട്. ഇതിന് റണ്ണിങ്ങിൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഈ വണ്ടികൾ എങ്ങനെയാണ് ഓടുന്നതെന്ന്. ഗൈസ് ഇതാണ് നമ്മുടെ മറ്റേ വണ്ടികളെല്ലാം ഞങ്ങൾ താഴെ വെച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടോണം. ഈ ഗൈസ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിയറിംഗ് തിരിക്കും തോറും ഇൻഡിക്കേറ്ററും കത്തുക വണ്ടിയുടെ. ഇതാണ് വലിയ RCൻ്റെ, ഇത് ചെറിയ ട്രക്ക്. ഇത് നിങ്ങൾക്ക് കാണാം, റിവേഴ്സ് എടുക്കാം നമുക്ക്. ഇതിന് ഗൈസ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വണ്ടിക്ക്. ഇതാണ് ഗൈസ്
ഇതാണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം നമ്മളിപ്പം സെറ്റ് ചെയ്ത് വണ്ടികളെല്ലാം. ഇതാണ് ആദ്യത്തെ ഇത് RC കാറ്. ഇതിന് ക്രോളർ എന്നാണ് വിളിക്കുന്നത്. ഇതിപ്പം ഇങ്ങനെ ഇവിടെ വെച്ച് ഇതിൻ്റെയൊക്കെ റിമോട്ടുകളാണ് ഗൈസ്. ഇതാണ് ഗൈസ് ട്രക്ക്. നിങ്ങൾക്ക് ഈ സൗണ്ട് കേൾക്കാം. ഇത് വണ്ടിക്കകത്ത് തന്നെ ഇൻബിൽഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇവിടുത്തെ ഇത് സൗണ്ട് കട്ട് ചെയ്യാം, കൂട്ടാം. ലൈറ്റ് നമുക്ക് വേണ്ടതിൽ ഈ ലൈറ്റ് ഓഫ് ചെയ്യാം, ലൈറ്റ് ഓൺ ചെയ്യാം. പിന്നെ ഇത് ഫോർവേഡ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഇതിൻ്റെ റിമോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗണ്ണ് പോലെയാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും ടയർ തിരിയുന്നത് അങ്ങോട്ട് ഇങ്ങോട്ട്. ഇത് ബാക്കും ഇത് ഫോർവേഡും. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ കളക്ഷനും കാര്യങ്ങളും. അപ്പം ഇതാണ് നമ്മൾ മേടിച്ച ഇന്നത്തെ 3 ഐറ്റം. ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഇത് താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. അപ്പം നമുക്ക് അടുത്ത വീഡിയോ അടുത്ത എന്തെങ്കിലും സെറ്റപ്പായിട്ട് നമുക്ക് പിന്നീടും കാണാം. അപ്പം എല്ലാവർക്കും ബൈ ബൈ.